ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലുള്ളൊരു കാര്യമാണ് മിസ് ഒരു സ്റ്റഡി പ്ലാൻ വേണം. അതായത് +2 പബ്ലിക് എക്സാമിൻ്റെ അതേ സമയത്ത് തന്നെയാണ് നിങ്ങളുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമും വരുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നറിയില്ല, ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളും കമൻസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ അതേപോലെ +2 പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ മക്കളെല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ടൈം ടേബിൾ. അത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ സെയിം ആ സമയത്താണല്ലേ, മാർച്ചിൽ തന്നെ നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിൻ്റെ അതേ സമയത്താണ്, പക്ഷേ സെയിം ഡേ അല്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 3-ാം തീയതി നിങ്ങളുടെ ഇംഗ്ലീഷാണ്, പിന്നെ 5-ാം തീയതി ഫിസിക്സ്, അവിടെ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ 5-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 7-ാം തീയതിയാണ് ആക്ച്വലി ബയോളജി വരുന്നത്. നിങ്ങൾ കെമിസ്ട്രി നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ട്? ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബയോളജി പഠിക്കാനുള്ള അവിടെ സമയം കുറയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് 7-ാം തീയതി കഴിഞ്ഞ് പിന്നെ 10-ാം തീയതിയാണ് നമ്മളുടെ കെമിസ്ട്രി എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം നല്ല സമയമുണ്ട്. അത് കഴിഞ്ഞ് കെമിസ്ട്രി 10-ന് കഴിഞ്ഞ് പിന്നെ 17-നാണ് നിങ്ങളുടെ മാത്സ് വരുന്നത്. നിങ്ങൾ അതിനിടയിൽ കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിനിടയിൽ ഒരു എക്സാം കൂടെ വരും. അത് കഴിഞ്ഞിട്ട് 19-ാം തീയതി, അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് നിങ്ങളുടെ പാർട്ട് 2 ലാംഗ്വേജസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ +2 ടൈം ടേബിൾ പോകുന്നത്. ഇത് കഴിഞ്ഞ്, അതായത് ഈ പാർട്ട് 2 ലാംഗ്വേജ് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ ആണ് നിങ്ങളുടെ എന്ത് വരുന്നത്? ബയോളജി എക്സാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 19-ന് നിങ്ങളുടെ പാർട്ട് 2 ലാംഗ്വേജ് ആണെങ്കിൽ 20-ാം തീയതിയാണ് നിങ്ങളുടെ ബയോളജി എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ ബയോളജി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല. പിന്നെ അതിനടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു ദിവസം ഗ്യാപ്പിലും 2 ദിവസം ഗ്യാപ്പിലൊക്കെയാണ് നമ്മളുടെ ബാക്കി എക്സാമുകൾ വരുന്നത്. ഓക്കെ, അപ്പം ഈ തവണത്തെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്താണ്? +1-ൻ്റെയും +1 ഇമ്പ്രൂവ്മെൻറ്റും +2 ഒരേ സമയമാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയല്ല നടക്കാറ്. അപ്പം നമ്മൾ ആദ്യം പൊതുവേ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അല്ലേ? പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അതിന് ശേഷം നമ്മൾ +2 പഠിക്കുന്നു അല്ലേ? ആദ്യം നമ്മൾ, കാരണം ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയങ്ങളിലായിട്ടാണ് +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പൊതുവേ നടക്കാറുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്ലാൻ നല്ലതായിരുന്നു. +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കുന്നു, എക്സാം എഴുതുന്നു, അതിനുശേഷം +2 കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പം എന്തല്ല, ഇത് ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും അതുപോലെ +2 പബ്ലിക് എക്സാമിനും അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പഠിത്തം നിങ്ങൾ ഒരേ ട്രാക്കിൽ കൊണ്ടുപോകണം. നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി എങ്ങനെ പഠിക്കുന്നോ അതേ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? +2 എക്സാമിന് വേണ്ടിയിട്ടും പഠിക്കണം. അതിൽ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കണം? +2 ആയിരിക്കണം. എന്തുകൊണ്ടാണ് മിസ് പ്രയോറിറ്റി +2 എക്സാമിന് കൊടുക്കേണ്ടത്? ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനല്ലേ +1 എഴുതുന്നത് എന്ന് ചോദിക്കുന്ന മക്കളോടാണ്. മക്കളെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മാക്സിമം അടിപൊളിയായിട്ട് പഠിച്ച് +1 എഴുതി നിങ്ങൾക്ക് വേണ്ട മാർക്സ് അവിടെ ഓൾറെഡി സെക്യൂർഡ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാർക്സ് ഉണ്ട് അല്ലേ? ഇനി നിങ്ങളുടെ ടോട്ടൽ മാർക്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ അല്ലേ, ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരായിരിക്കും? നിങ്ങളുടെ +2 ആയിരിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്സോ? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാർക്സ് ഉണ്ട്, അത് ഓൾറെഡി ഉള്ളതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ അല്ലേ വരുള്ളൂ അല്ലേ? അത് തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ +2-ന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു നിങ്ങളുടെ ടോട്ടൽ മാർക്സിൽ നല്ല ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് +2-നേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും പഠിക്കുന്നു, +2-നും പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. അതിൽ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? +2-ന് കൊടുക്കണം. റെഡി? ഇത് കുറച്ച് ബേസിക്സ് കാര്യങ്ങളാണ്. ഇനി നമ്മളുടെ സ്റ്റഡി പ്ലാനിലേക്ക് വരാം. അപ്പോൾ സ്റ്റഡി പ്ലാനിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ മക്കൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനി എത്ര സമയമുണ്ട്. ഇതിപ്പോൾ എത്രയാണ്? ഇന്ന് നമ്മുടെ ഡേറ്റ് നവംബർ 10 ആണ് അല്ലേ? സാറ്റർഡേ നവംബർ 10 ആണ് ഇന്ന് നമ്മളുടെ ഡേറ്റ് വരുന്നത്, നവംബർ 10. ഓക്കെ, ഇനി നമ്മൾക്ക് നവംബറിൽ ഇത്രയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. നമ്മളുടെ ഡിസംബർ ഈ ഒരു 9th കൂടിയിട്ട് എന്താണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുരുങ്ങിയതൊരു മാസം ബാക്കിയുണ്ട്. ഇപ്പോൾ 10 to 10 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം ബാക്കിയുണ്ട്. പക്ഷേ ഇതിൽ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫസ്റ്റ് വീക്ക് പോവുക. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ നവംബറിനൊരു മാസമുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2025 ജാനുവരി നിങ്ങളുടെ കയ്യിലുണ്ട്, ആൻഡ് ഫെബ്രുവരി ഉണ്ട്. മാർച്ചിൽ എന്താണ്? മാർച്ച് 3rd കൂടിയിട്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും
അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 മാസം നിങ്ങളുടെ കയ്യിലുള്ളൂ. ഈ 3 മാസം കൊണ്ട് വേണം എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ്, +2 ഇത് രണ്ടും വേറെ ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മറ്റേ ആൾ കുറച്ച് പഠിച്ച് അങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്. രണ്ടുപേരെയും ഒരേ ട്രാക്കിൽ പിടിക്കണം. അതേ സമയം തന്നെ +2ന് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, അതെൻ്റെ മക്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി നമ്മൾ നവംബറിൽ എന്താണ് നമ്മളുടെ പ്ലാൻ? നവംബറിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആകെ നിങ്ങൾക്ക് മാക്സിമം 3 സബ്ജക്ട്സ് അല്ലേ പറ്റുണ്ടാവുള്ളൂ. ഈ 3 സബ്ജക്ട്സും ഇമ്പ്രൂവ് ചെയ്യുന്ന മക്കൾ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 3 പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ 3 സബ്ജക്ട്സേ പഠിക്കാനുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ 2 സബ്ജക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ 1 സബ്ജക്റ്റ് ആയിരിക്കാം. അപ്പോൾ എത്രയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ +2ൻ്റെ ക്രിസ്മസ് എക്സാം വരെയുള്ള സിലബസ് നിങ്ങൾ നവംബറിൽ കംപ്ലീറ്റ് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ ആദ്യം ചെയ്യാം ഈ നവംബറോട് കൂടി തന്നെ. മിസ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അത് നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം എടുത്തിട്ട് പഠിക്കാം, നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കാം, രാവിലെ ഇരുന്ന് പഠിക്കാം, നിങ്ങളുടെ ബാക്കിയുള്ളതിന് വേണ്ടി കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് കുറച്ച് പഠിക്കാം. എങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വരെയുള്ള പോർഷൻസ് ഈ നവംബറോട് കൂടിയിട്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും, അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആണെന്ന് കരുതാം. ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജിയിൽ നമുക്ക് എത്രയുണ്ട്, ഒരു 19 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 19 ചാപ്റ്റേഴ്സിൻ്റെ ഒരു പകുതി പോർഷനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നവംബറിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഹാഫ് ഓഫ് ദി സിലബസ് നിങ്ങൾ നവംബറിൽ കംപ്ലീറ്റ് ചെയ്യണം +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ. പക്ഷേ അത് നിങ്ങൾക്ക് അത്രത്തോളം എഫേർട്ട് വേണ്ടി വരുന്നൊരു കാര്യം ആയിരിക്കില്ല. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ്. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒത്തിരി സമയം എടുക്കില്ല. ഈ പറയുന്ന പോലെ പകുതി സിലബസ് ഇത്ര സമയം കൊണ്ടോ, അത് പറയുമ്പോൾ ഉള്ളൊരു ഭീകരതയുള്ളൂ. ആക്ച്വലി കുറവായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡിസംബർ നമ്മുടെ കയ്യിലില്ല. കാരണം കംപ്ലീറ്റ് നമ്മൾ തുടക്കം ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, ഡിസംബറിലെ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ എന്തായിരിക്കും, നമ്മളെ ക്രിസ്മസ് എക്സാം. അപ്പം ഡിസംബർ കൂടി മിസ് ഇവിടെ എഴുതാം. ഡിസംബറിലെ ഫസ്റ്റ് വീക്ക് നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷനും മാരത്തൺ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും അല്ലേ? റിവിഷൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് 9 to 19 ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. പിന്നെ 20th മുതൽ 30th വരെ എന്തായിരിക്കും, നിങ്ങളുടെ വെക്കേഷൻ ആയിരിക്കും. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഡിസംബർ ഇല്ല. ഓക്കെ, ഈ ഡിസംബറിലുള്ള സമയം നിങ്ങൾക്ക് ആക്ച്വലി ഉപയോഗിക്കാം. ഈ വെക്കേഷൻ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ട്, നിങ്ങളുടെ +2 സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ തുടങ്ങാം. ഈ വെക്കേഷൻ നിങ്ങൾ എഫക്റ്റീവ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ +2 സിലബസും +1 സിലബസും ഒക്കെ ഇവിടെ തീർക്കാം. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ജാനുവരിയിലേക്ക് പോവുകയാണ്. സോ ജാനുവരിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരെയുള്ള സിലബസ് നിങ്ങൾ നവംബറിൽ തീർത്തു +2 അല്ലേ? അപ്പോൾ ബാക്കി കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലയോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജാനുവരിയിൽ തീർക്കുന്നു. അപ്പോൾ +2 സിലബസിൻ്റെ കംപ്ലീറ്റ് സിലബസ് ജാനുവരിയിൽ നമ്മൾ തീർക്കുന്നു. അതുപോലെ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ബാക്കിയുള്ള പോർഷൻസും ജാനുവരിയിൽ തീർന്നിരിക്കണം. ഓക്കെ, തീർന്നിരിക്കണം. അതെന്തിനാണ് എന്ന് ചിന്തിക്കുന്നവരോട് മക്കളെ, ഫെബ്രുവരി എന്ന് പറയുന്നൊരു മാസം നമ്മൾക്ക് മോഡൽ എക്സാമാണ് അല്ലേ? മോഡൽ എക്സാമാണ്. അപ്പോൾ നമ്മൾക്ക് ആ സമയം എക്സ്ട്രാ പഠിക്കാനൊന്നും പറ്റില്ല. നമ്മൾക്ക് നമ്മളുടെ +2 അതുപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ഇത്രയും സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. +2ൽ നല്ല മാർക്സ് അല്ലേ? അപ്പോൾ +1 നമ്മൾ വിചാരിച്ച രീതിയിൽ പോകാത്തത് കൊണ്ടാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത്. പക്ഷേ +2ൽ നമുക്ക് അതിനൊരു അവസരം കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ അതിനു വേണ്ടി വെറുതെ സമയവും കളയണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങളുടെ മാക്സിമം, നിങ്ങളുടെ 100% എഫേർട്ട് നിങ്ങൾ കൊടുക്കുക. +2ൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്സ് നമ്മൾ നേടിയെടുക്കും. ഓക്കെ, അങ്ങനെ അതോടുകൂടി നമ്മളെ ഫെബ്രുവരിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ +2 പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ളതും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തീരുന്നു. നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി മാർച്ചിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം ആയാലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആയാലും എന്ത് ചെയ്യും, റിവൈസ് നല്ല പോലെ എഴുതും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ പിടിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള എക്സാം എഴുതാൻ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ഭയങ്കര ടൈറ്റ് അല്ലേ? യെസ്, ഇത് ഭയങ്കര ടൈറ്റാണ്. കാരണം നമ്മുടെ കയ്യിൽ സമയമില്ല മക്കളെ. ഓക്കെ, ഈ ഒരു 3 മാസം കൊണ്ട് വേണം നമ്മളിതൊക്കെ തീർക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇടുന്ന എഫേർട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയാലും പബ്ലിക് എക്സാം ആയാലും മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആ മാറ്റം നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണം എന്നുള്ളവരാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് മാറ്റിവെക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും അല്ലേ? ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും 24 hours ആണ്. അതിൽ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മളെ പ്രയോറിറ്റിനനുസരിച്ചിരിക്കും. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾക്ക് ബെറ്റർ മാർക്സ് വാങ്ങിക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾക്കുണ്ടാകും. അതിനുവേണ്ടി ഇന്ന് മുതൽ വർക്ക് ചെയ്ത് തുടങ്ങാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.